മിഥുൻ, ഇപ്പോൾ ഈ മൂത്താൻതറ, വടക്കൻതറ, കൽപ്പാത്തി എന്നിവിടങ്ങളിൽ പോലും UDF-ന് വോട്ട് കിട്ടിയെന്നുള്ള കാര്യം താങ്കൾക്കും അറിയാമല്ലോ. അപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം അവിടെയുള്ള ജനങ്ങൾ വിശ്വസിച്ചിരുന്നെങ്കിൽ ആ വോട്ട് UDF-ന് പോകുമായിരുന്നു. പാലക്കാട് 2011 മുതൽക്കേ ഒരു UDF സ്വഭാവമുള്ള മണ്ഡലമാണ്. അവിടെ ഞാൻ പറഞ്ഞത് BJP-ക്ക് സ്വാധീനമുള്ള കൽപ്പാത്തി, മൂത്താൻതറ തുടങ്ങിയ സ്ഥലങ്ങളുടെ കാര്യമാണ്. BJP-ക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ വോട്ട് ഷെയർ കുറഞ്ഞു വന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനെ അഫക്ട് ചെയ്ത ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, BJP-യുടെ ഈ പറഞ്ഞ പോലെ മുനിസിപ്പൽ ചെയർപേഴ്സന്റെ റെസിഗ്നേഷൻ ആ സമയം തുടങ്ങിയിട്ട് BJP-യിലെ ഫാക്ഷണൽ പൊളിറ്റിക്സ് അവിടെ വളരെ എവിഡന്റ് ആണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സന്ദീപ് വാര്യർ പോലും. അപ്പൊ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ തന്നെ അവിടെ ബാധിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് അവിടെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. അത് ജില്ലയിൽ മാത്രമാണോ മിഥുൻ വിജയകുമാർ? ഇന്നിപ്പോൾ കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിൽ ആർക്കൊക്കെയാണ് കെ സുരേന്ദ്രൻ യഥാർത്ഥത്തിൽ മറുപടി നൽകുന്നത്? നോക്കൂ, ഞാൻ പറഞ്ഞതിനോട് സ്മൃതി വിയോജിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് പാലക്കാട് മണ്ഡലം 2011 മുതൽക്കേ ഒരു UDF സ്വഭാവമുള്ള മണ്ഡലമാണ് എന്നറിയാത്തത്. നിങ്ങളല്ലേ A ക്ലാസ് മണ്ഡലം എന്ന് പറയുന്നത്? ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടിന്റെ കണക്കിലാണല്ലോ അത് A ക്ലാസ് മണ്ഡലമായത്. പിന്നീട് എന്ത് സംഭവിക്കുന്നു? നേടിയ വോട്ടുകൾ, ഈ ശ്രീധരൻ നേടിയ വോട്ടുകൾ, ഈ രണ്ട് ഈ ശ്രീധരന്റെ BJP വോട്ടായി കണക്കാക്കാൻ പറ്റില്ല എന്ന് ഇപ്പോൾ BJP തന്നെ പറയുകയാണല്ലോ. തീർച്ചയായിട്ടും ഈ ശ്രീധരന്റെ വോട്ടുകൾ ന്യൂട്രൽ വോട്ട്, അതിൽ ഒരുപാട് ന്യൂട്രൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്ത വോട്ടുകൾ ഈ ശ്രീധരന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അല്ല കൃഷ്ണകുമാർ എന്നത് ഒരു അനാലിസിസ് അവിടെ ഉണ്ട്. അത് അതിലാർക്കും ഒരു വിയോജിപ്പില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. BJP-ക്ക് ഒരു പക്ഷേ അവരുടെ പൊളിറ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ശോഭാ സുരേന്ദ്രനുമായിട്ടോ അല്ലെങ്കിൽ ഈ ശ്രീധരനുമായിട്ടോ കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. മാത്രമല്ല BJP-യുടെ ഇലക്ഷൻ മെഷീനറി ശോഭാ സുരേന്ദ്രന് വേണ്ടി പ്രവർത്തിച്ച പോലെയല്ല കൃഷ്ണകുമാറിന് വേണ്ടി പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ ഈ ശ്രീധരന് വേണ്ടി പ്രവർത്തിച്ച പോലെയല്ല കൃഷ്ണകുമാറിന് വേണ്ടി പ്രവർത്തിച്ചത്. അതും അവിടെ എവിഡന്റ് ആണ്. കാരണം പാർട്ടിക്കുള്ള ഫാക്ഷണൽ പൊളിറ്റിക്സ് ഒരുപാട് ഈ തവണത്തെ ഇലക്ഷനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതൊരു വലിയ ഇഷ്യൂ തന്നെയായിരുന്നു. അത് BJP നോക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു പക്ഷേ 2024 ജനറൽ ഇലക്ഷനിൽ തന്നെ അവർക്ക് മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ അവരത് മനസ്സിലാക്കാതെ പോയി എന്നൊരു കാര്യം അവിടെ ഉണ്ട്. അപ്പം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം BJP-യുടെ ഇത്തവണത്തെ ഒരു പെർഫോമൻസിൽ നോക്കി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.